ഹലോ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടാണ് കേട്ടോ എഴുന്നേറ്റത്. കാരണം ഭാരത് ബന്ധല്ലേ, ഇന്ന് മൊത്തത്തിലെ പണിമുടക്കാണ്. പിന്നെ നാട് മൊത്തത്തിലെ പണിമുടക്കാണെങ്കിൽ നമ്മുടെ വീട്ടിൽ നമുക്ക് എന്തായാലും ഒരു പണിമുടക്കും ഇല്ല. നമ്മളിങ്ങനെ പണി ചെയ്തുകൊണ്ടേയിരിക്കണം കേട്ടോ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഗോതമ്പ് പുട്ടായിരുന്നു കേട്ടോ. കാരണം നമ്മുടെ അവിടെ ഉണ്ടാക്കിയ വാഴപ്പഴം ഉണ്ടായിരുന്നു. വാഴപ്പഴം മറ്റേ ചെറിയ പഴം ഉണ്ടല്ലോ, രസകദളിപ്പഴം, അത് ഉണ്ടായിരുന്നു കേട്ടോ. അത് നമ്മുടെ അവിടെ തന്നെ ഉണ്ടായതാണ്. അതുകൊണ്ട് പിന്നെ പുട്ടുണ്ടാക്കാൻ എന്ന് കരുതി. കാരണം ഇല്ലെങ്കിൽ പിന്നെ പഴം മൊത്തം വേസ്റ്റ് ആവും. ഇവിടെ അങ്ങനെ പഴമൊന്നും ആരും അത്ര ഇതായിട്ടൊന്നും കഴിക്കത്തില്ല. ആകപ്പാടെ കഴിക്കുന്ന ബിജുവാനാണ്. ഞാനും പാപ്പുവൊന്നും അങ്ങനെ വലുതായിട്ടൊന്നും കഴിക്കത്തില്ല കേട്ടോ. അതുകൊണ്ട് പഴം വേസ്റ്റ് ആവണ്ടല്ലോ. പുട്ടാകുമ്പോഴത്തേക്കും നമുക്ക് അതിൽ വരവേ അങ്ങ് കഴിക്കാൻ പറ്റുമല്ലോ. അതുകൊണ്ട് ഗോതമ്പ് പുട്ടായിരുന്നു ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് കേട്ടോ. അങ്ങനെ ഞാൻ ഗോതമ്പ് പുട്ടൊക്കെ റെഡിയാക്കി ഒന്ന് ക്രിയേറ്റീവായിട്ട് ഒന്ന് സെർവ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാനൊരു വാഴയിലേക്ക് എടുത്ത് അതിനകത്താണ് കേട്ടോ പുട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് വെച്ചത്. പിന്നെ കണ്ണ് കിട്ടാതിരിക്കാനായിട്ട് 2 പപ്പടവും കൂടെ പൊരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുട്ടും പഴവും ഇങ്ങനെ കുഴച്ച് കഴിക്കാനൊക്കെ. ഇവിടെ പാപ്പിനും വിജയനൊന്നും വലിയ താല്പര്യമൊന്നുമില്ല, എന്നാലും ഇടയ്ക്കൊക്കെ ഇതൊക്കെ കഴിക്കണമല്ലോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞാൻ ഓടിപ്പോയി പാത്രങ്ങളൊക്കെ കഴുകിയിട്ടോ. എന്നാലേ ഉച്ചത്തേക്കുള്ള കറിക്കുള്ള അതൊക്കെ റെഡിയാക്കാൻ പറ്റുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ മീൻ എത്തിയിട്ടുണ്ട്. നെത്തോലി മീനായിരുന്നു കേട്ടോ. എന്നിട്ട് നല്ല വെള്ള നെത്തോലി മീൻ, ഒരുപാട് ചെറുതല്ല. അതുകൊണ്ട് തന്നെ വൃത്തിയാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. എനിക്ക് ഈ കുഞ്ഞു കുഞ്ഞു മീനുകൾ ഭയങ്കര ഇഷ്ടമാണ്. നെത്തോലി, കൊഞ്ച്, അങ്ങനത്തെ മീനുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ആസ്വദിച്ചാണ് ഈ നെത്തോലി മീനൊക്കെ എന്നുള്ളത്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ മീനൊക്കെ നുള്ളി എടുത്തിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം കേട്ടോ. ഞാൻ മീൻ കഴുകുന്നത് അപ്പുറത്ത് വേറൊരു അടുക്കള ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. അവിടെ വെച്ചിട്ടാണ് കഴുകുന്നത്. അകത്ത് വെച്ച് കഴുകുമ്പോഴത്തേക്കും നമുക്ക് സ്മെല്ലും കാര്യങ്ങളൊക്കെ വരാതിരിക്കാനാണ് ഞാൻ എപ്പോഴും അവിടെ വെച്ചിട്ടേ മീൻ കഴുകാറുള്ളൂ കേട്ടോ. ഞാനിങ്ങനെ മീൻ കഴുകുമ്പോൾ എല്ലാവർക്കും ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ. ഞാൻ ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കാം, വെള്ളം ഇങ്ങനെ തെളിഞ്ഞ് വരുന്നവരെ മീൻ ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇല്ലെങ്കിൽ എൻ്റെ വിചാരം മീൻ വൃത്തിയാകത്തില്ല എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെ ഒരുവിധം നന്നായിട്ട് അതിനെ കഴുകിയെടുത്തു. എന്നിട്ട് തോരന് പയർ തോരൻ വെക്കാമെന്ന് കരുതിയിട്ട് പയർ കഴുകിയിട്ട് അടുപ്പിലോട്ട് വെച്ചു കേട്ടോ. വെള്ളം ഒഴിച്ച് ഉപ്പും ഇട്ട് തിളപ്പിക്കാനായിട്ട് വെച്ചു കേട്ടോ. അപ്പോഴേക്കും എന്താ പാപ്പു തേങ്ങയും കൊണ്ട് വരുന്നത്. കറി വയ്ക്കാൻ തേങ്ങ അത്യാവശ്യമാണല്ലോ. അതുകൊണ്ട് ബിജുവാനും ഇന്ന് പോകണ്ടായിരുന്നു, പണിമുടക്കം ആയതുകൊണ്ട് ബിജുവാനും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ബിജുവാട്ടൻ പൊതിച്ചു തന്നു. അങ്ങനെ പാപ്പു തേങ്ങയൊക്കെ കൊണ്ട് വന്നിട്ട് പോയിട്ട് അപ്പോഴത്തേക്കും ഞാൻ കുഞ്ഞുള്ളിയൊക്കെ റെഡിയാക്കുമായിരുന്നു. കാരണം നമ്മുടെ നെത്തോലി മീൻ അരയ്ക്കാനായിട്ട് കുഞ്ഞുള്ളി വേണം. അങ്ങനെ ഞാനൊരു ജാർ എടുത്തിട്ട് നമ്മുടെ തൊലിച്ച് വെച്ച് കുഞ്ഞുള്ളി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു നെല്ലിക്ക വലിപ്പത്തിന് പുളി ഇട്ട് തേങ്ങ ഇട്ട് മിക്സിയിലിട്ട് അടിക്കുകയാണ് കേട്ടോ. അങ്ങനെ അടിച്ച് വെച്ചിട്ടുണ്ട്, നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നെത്തോലി മീനിലോട്ട് 3 സ്പൂൺ മുളക് പൊടിയും ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെജിറ്റബിൾ എന്ന് പറഞ്ഞാൽ ടൊമാറ്റോയും മുരിങ്ങയ്ക്കയും പച്ചമുളകും ഇട്ട് കൂട്ടും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു കേട്ടോ. നമ്മൾ ഉപ്പിടാൻ മറക്കരുത്, അത് ഞാൻ എപ്പോഴും മറന്നു കേട്ടോ പറയാനായിട്ട്. അങ്ങനെ ഉപ്പൂടെ ഇട്ടിട്ട് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ എല്ലാം തിരുമ്മി ഒന്ന് റെഡിയാക്കിയിട്ട് നമുക്ക് അടുപ്പിലോട്ട് മാറ്റി വെക്കാം കേട്ടോ. ആദ്യം ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമ്മളെപ്പോഴും മീൻ സിമ്മിലിട്ടിട്ട് വേണം അടച്ച് വെച്ച് തിളപ്പിക്കാനായിട്ട് കേട്ടോ. എന്നാലേ മീനിന് നല്ല ടേസ്റ്റ് വരത്തുള്ളൂ. ഇത് എൻ്റെ അമ്മ പറഞ്ഞു തന്നതാണ് കേട്ടോ. അപ്പോഴേക്കും ഞാൻ കുറച്ച് നെത്തോലി മീനെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പൊരിക്കാനായിട്ട്. അങ്ങനെ അതിലോട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും ഇത്ര മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ. ഇട്ട് ഒന്ന് തിരുമ്മി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ നെത്തോലി മീൻ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ കറിവേപ്പില ഇട്ടു. കറിവേപ്പില ഇട്ടിട്ട് ഞാൻ മീൻ സിമ്മിലാണ് കേട്ടോ വെച്ച് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ തോര റെഡിയാക്കാൻ കരുതി തേങ്ങയിലോട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ജീരകവും വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇട്ട് നന്നായിട്ട് തിരുമ്മി, ഞാൻ കൈകൊണ്ട് തന്നെയാണ് കേട്ടോ ഇങ്ങനെ തിരുമ്മി എടുത്തിട്ട് ആ കൂട്ട് തോരത്തിലോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് അടച്ചു വെച്ചു. അപ്പോഴേക്കും അതവിടെ ഇരുന്ന് ആ ഒരു പച്ച ചുവ എല്ലാം അങ്ങ് മാറി കിട്ടും. എന്നിട്ട് ഞാൻ അടുപ്പിൻ്റെ പുറമൊക്കെ ഒന്ന് തുടച്ചിട്ടു കേട്ടോ. ഇങ്ങനെ അലങ്കോലമായിട്ട് കിടക്കുമ്പോൾ നമുക്ക് അവിടെ നിൽക്കുമ്പോൾ എന്തോ പോലെയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ നെത്തോലി മീൻ ചെറുതായിട്ട് വറ്റി നല്ല റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ നല്ല പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നെത്തോലി മീൻ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നെത്തോലി വറുക്കാനായിട്ടിട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ഒക്കെ ഒന്ന് തൂത്തിട്ട് കേട്ടോ. അപ്പോഴേക്കും തന്നെ എന്താ പറയുക, എല്ലാ ജോലിയും ഒരുവിധം ഒന്ന് ഒതുങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ നെത്തോലി മുരിച്ചതും റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ബിജുവിന് ഒന്ന് ക്രിയേറ്റീവായിട്ട് ഉച്ചയ്ക്ക് ലഞ്ച് കൊടുക്കുകയാണ് കേട്ടോ. ചോറെടുത്തു, പയറ് തോരൻ വെച്ചു, നെത്തോലി മീനാണ്, പിന്നെ മീൻ വറുത്തതും, പിന്നെ ഇന്നലെ പുളിശ്ശേരി ഉണ്ടായിരുന്നു കേട്ടോ ഒഴിക്കാൻ. അതുകൊണ്ട് ഞാൻ ഇന്ന് ഒഴിക്കാനൊന്നും വെച്ചിട്ടില്ല, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോട്ടോ. അങ്ങനെ അതും കൂടെ വെച്ചിട്ട് ഞാൻ ബിജുവിന് ചോറ് എടുത്തു. എന്നിട്ട് ഞാനും കഴിക്കാനായിട്ട് എടുത്തു കേട്ടോ. എനിക്ക് നല്ല വിശപ്പ്, ഇത്രയും ജോലി ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ചോറെടുത്ത് കഴിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ കൊള്ളാമെന്ന് പറയുമ്പം നിങ്ങളത് ക്ലീശയായിട്ട് വിചാരിക്കണ്ട, അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ആ ചോറും കഴിച്ചിട്ട് കിടന്ന പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു കേട്ടോ. അപ്പോഴേക്കും തന്നെ ജോലി ഒരുവിധം ഒതുങ്ങി. ഇനി ഒരു 4 മണിയാകുമ്പോൾ ജസ്റ്റ് ഒന്ന് തൂത്തിറക്കി കുളിച്ച് വിളക്കൊക്കെ കത്തിക്കണം.
അപ്പോൾ ഇനി കുറച്ച് നേരം എൻ്റെ റെസ്റ്റ് ടൈമാണ് കേട്ടോ. കാരണം അടുപ്പിൻ്റെ പുറം എല്ലാം ക്ലീനാക്കി കിച്ചണെല്ലാം റെഡിയാക്കി കിടന്ന പാത്രങ്ങളെല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പം മൊത്തത്തിൽ ഇന്ന് കേരളം മൊത്തം പണിമുടക്കാണെങ്കിലും നമ്മുടെ വീട്ടിലെ കിച്ചണിൽ ഒരു പണിമുടക്കും ഇല്ല കേട്ടോ. ഇങ്ങനെ ജോലികൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും, രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം ഇല്ല. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു പകുതി ദിവസം ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോ കാണാം. അതുവരെ ടാറ്റ, ബൈ ബൈ, സീ യു.